എല്ലാവർക്കും ജോൺ ട്രാവലേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ പ്രധാന ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊന്നായ നെടുങ്കയം റെയിൻ ഫോറസ്റ്റിലേക്കാണ്. നിലമ്പൂരിൽ നിന്ന് 20 കിലോമീറ്റർ മാറി കരുളായി നെടുങ്കയത്താണ് കരിമ്പുഴ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഈ വീഡിയോയിലൂടെ നെടുങ്കയം ഫോറസ്റ്റിന്റെ അകത്തെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ലാണ് കരിമ്പുഴ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടത്. കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതമാണ് ഇത്. ചോലനായ്ക്കർ എന്ന ആദിവാസി ഗോത്ര സമൂഹം താമസിക്കുന്നത് ഈ കാടിനുള്ളിലെ മാഞ്ചേരി എന്ന പ്രദേശത്താണ്. ഇതാണ് നെടുങ്കയം ഫോറസ്റ്റിലെ പ്രവേശന കവാടം. ഇവിടെ തന്നെയാണ് വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റും ടിക്കറ്റ് കൗണ്ടറും ഉള്ളത്. മുതിർന്നവർക്ക് 35 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. വാഹനത്തിന് പ്രത്യേക പാർക്കിംഗ് ഫീ നൽകണം. രാവിലെ 9 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് പ്രവേശന സമയം. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത ശേഷം വൻമരങ്ങളാൽ ചുറ്റപ്പെട്ട കാട്ടുപാതയിലൂടെ സ്വന്തം വാഹനത്തിൽ തന്നെ യാത്ര തുടരാം. കാട്ടിലൂടെയുള്ള യാത്രയിൽ ഭാഗ്യമുണ്ടെങ്കിൽ വന്യമൃഗങ്ങളെയും കാണാം. ചില സമയങ്ങളിൽ ആനകൾ കൂട്ടമായി ഇറങ്ങാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. നിലമ്പൂരിന്റെ പേരും പെരുമയും ലോകം മുഴുവനും എത്തിച്ച തേക്കുമരങ്ങൾ തന്നെയാണ് ഇവിടെ അധികവും. ഈ കാടും കാടിനോട് ചേർന്ന പ്രദേശങ്ങളും ഇന്ന് സംരക്ഷിത വനമേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചോലനായ്ക്കർ വിഭാഗത്തിന്റെ പരമ്പരാഗത വേഷത്തിലുള്ള പ്രതിമകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടുത്തെ മറ്റൊരു കാഴ്ചയാണ് കരിമ്പുഴയ്ക്ക് കുറുകെയുള്ള പഴക്കമേറിയ ഇരുമ്പ് പാലം. 1933 അന്നത്തെ ബ്രിട്ടീഷ് ഫോറസ്റ്റ് എഞ്ചിനീയർ ആയിരുന്ന ES ഡോസൻ സാഹിബിന്റെ മേൽനോട്ടത്തിലാണ് പാലം പണി കഴിപ്പിച്ചത്. അദ്ദേഹം അന്ന് താമസിച്ചിരുന്ന ബംഗ്ലാവും ഇവിടെ കാണാം. ഇന്നത് ഫോറസ്റ്റ് ഓഫീസർമാരുടെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവായി ഉപയോഗിക്കുന്നു. പ്രത്യേക പെർമിഷൻ എടുത്ത് ഇവിടെ പഠന ക്യാമ്പുകളൊക്കെ നടക്കാറുമുണ്ട്. പഴക്കമേറിയ ഇരുമ്പ് പാലത്തിന് മുകളിൽ നിന്നാൽ പുഴയുടെ ഭംഗി വേണ്ടുവോളം ആസ്വദിക്കാം. കാടിന്റെ കാഴ്ചകളും ആംബിയൻസും ഒക്കെ ആസ്വദിച്ച് നടക്കാൻ പ്രത്യേക വൈബ് തന്നെയാണ്.
പാലം കടന്ന് വീണ്ടും കാട്ടിലൂടെ നടന്നാൽ എസ് ഡോസൻ സാഹിബിന്റെ കല്ലറ കാണാം. അദ്ദേഹം 15 വർഷത്തോളം ഫോറസ്റ്റ് എഞ്ചിനീയറായി ജോലി ചെയ്തു. 1938-ൽ പുഴയിൽ കുളിക്കുന്നതിനിടയിൽ മുങ്ങി മരിക്കുകയായിരുന്നു. ഇവിടെയെല്ലാം വളരെ വൃത്തിയായി തന്നെയാണ് വനംവകുപ്പ് സംരക്ഷിക്കുന്നത്. ഇവിടെ നിന്ന് ഒരുപാട് കാട്ടുപാതകൾ കാണാം. അവിടേക്കൊന്നും സഞ്ചാരികൾക്ക് പ്രവേശനമില്ല. ഇവിടെ നിന്ന് ഇടത്തോട്ട് പോയാൽ ഒരു ആനപ്പന്തിയുണ്ട്. കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരുന്ന ആനകളെ പരിചരിക്കുന്ന ഒരിടം. ഇപ്പോൾ അവിടെ ആനകളൊന്നുമില്ല. ഇതാണ് നെടുങ്കയത്ത് ഗവൺമെന്റ് ആരംഭിച്ച ട്രൈബൽ ബദൽ സ്കൂൾ. എന്നാൽ ഇന്ന് സർക്കാർ അത് നിർത്തലാക്കി. ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ നിലമ്പൂർ ടൗണിലുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്. സ്കൂൾ ബസ് ഇവിടേക്ക് എത്തുന്നുണ്ടെന്ന് കോളനിയിലുള്ളവർ പറയുന്നു. ഗവൺമെന്റ് നിർമ്മിച്ച് നൽകിയ 60-ലധികം കോൺക്രീറ്റ് വീടുകളിലായി 250-ലധികം ആളുകൾ ഈ കോളനിയിൽ താമസിക്കുന്നുണ്ട്. എല്ലാം കണ്ട് മടങ്ങുന്നതിനിടയിലാണ് പുഴയിലേക്കുള്ള വഴി കണ്ടത്. ഇവിടേക്ക് പോകാമെങ്കിലും പുഴയിൽ ഇറങ്ങുവാനോ കുളിക്കുവാനോ അനുവാദമില്ല. വഴിയിലൊക്കെ ഒരുപാട് സിംഹവാലൻ കുരങ്ങുകളെ കാണാൻ സാധിക്കും. പുഴയും പാലത്തിന്റെ താഴെ നിന്നുള്ള കാഴ്ചകളും കാട്ടിൽ നിന്ന് വരുന്ന അരുവികളും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ്. കുറച്ചുനേരം അവിടെയെല്ലാം ആസ്വദിച്ച് ഫോട്ടോയും വീഡിയോകളുമൊക്കെ എടുത്ത് മനസ്സ് നിറച്ച് മടങ്ങുന്നതിനിടെ കാടിനുള്ളിലേക്ക് വിറക് ശേഖരിക്കാൻ പോകുന്ന കോളനിക്കാരെ കാണാൻ സാധിച്ചു. ഒരു ദിവസം ഫാമിലിയുമായി വന്നുപോകാൻ പറ്റിയ ഒരിടം തന്നെയാണ് നെടുങ്കയം റെയിൻ ഫോറസ്റ്റ്.